ഞാൻ വേറൊരു വിധത്തിൽ ചോദിക്കാം, മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ആരാ പോകുന്നത്? എന്തുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസിന്റെ പേര് എഴുതി കൊടുത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ സുഹൃത്ത് ഡബിളെ റഹീമിന്റെ പേര് കൊടുക്കാൻ? ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? അദ്ദേഹം വിദേശത്ത് പോയാൽ എങ്ങനെ പെർഫോം ചെയ്യും എന്നതിനെ കുറിച്ച് CPM-ന്റെ നേതാക്കന്മാർക്ക് MA ബേബി അടക്കമുള്ളവർക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് എന്നെ തേച്ചതാണല്ലേ. പാർട്ടിയിലെ സീനിയോറിറ്റി അനുസരിച്ചാണെങ്കിൽ പാർട്ടിയിൽ ജാഥയ്ക്ക് പോയതിൻ്റെ അല്ലെങ്കിൽ മർദ്ദനം അനുഭവിച്ചതിൻ്റെ കണക്ക് നോക്കിയിട്ടല്ലല്ലോ ഇന്റർനാഷണൽ ഡെലിഗേഷനിലായിട്ട്. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഓരോ പാർട്ടിക്കും അതിൻ്റെതായ മാനദണ്ഡമുണ്ട്. അതുകൊണ്ടാണ് ബ്രിട്ടാസിനെ അയച്ചത്. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാം, സാമാന്യ വിവരമുണ്ട്, കാര്യങ്ങൾ പറയാനറിയാം. അതുകൊണ്ട് അദ്ദേഹം പോട്ടെ തീരുമാനിച്ചു. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ഈ ബ്രിട്ടാസിനെയും നേരിട്ട് അവിടെ കേന്ദ്ര സർക്കാർ വിളിക്കുകയായിരുന്നു, അല്ലെങ്കിൽ കിരൺ റിജിജു വിളിക്കുകയായിരുന്നു, അല്ലാതെ ബേബിയോട് ചോദിക്കുകയായിരുന്നില്ല. ബ്രിട്ടാസ് ബേബിയോട് ചോദിച്ചത് സ്വാഭാവികമല്ലേ? ഇപ്പൊ കിരൺ ബേബിയോട് പിന്നെ ചോദിച്ചതാണ്. ഞാൻ പറഞ്ഞ അതുകൊണ്ടല്ല. ഇനിയിപ്പോൾ പിണറായി വിജയനോട് ചോദിച്ചാലും അദ്ദേഹം ബ്രിട്ടാസിന്റെ പേരേ പറയുള്ളൂ, റഹീമിന്റെ പേരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ധീരസഖാവിന്റെ പേരോ പറയില്ല. സ്കൂളിന്റെ പഠിച്ച കുട്ടി ആരെങ്കിലും ഉണ്ടോടാ നിന്റെ കൂടെ? നമ്മുടെ രാധാകൃഷ്ണനെ അയച്ചളയാം എന്ന് പറയില്ല. അത് കാരണം വെച്ചാൽ അത് വേറെ കുറ്റമുണ്ടല്ലോ. രാധാകൃഷ്ണൻ മോശക്കാരനുണ്ടല്ലോ. അതേ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, വലിയ നേതാവാണ്, നമുക്കൊക്കെ സ്നേഹമുള്ള ആളാണ്. പക്ഷേ ഇന്റർനാഷണൽ ഡെലിഗേഷനിൽ പോകുമ്പോൾ അതിന് മിനിമം ഒരു ക്വാളിഫിക്കേഷൻ വേണ്ടേ? അതുകൊണ്ടാണ്. നേരെ മറിച്ച് വല്ല സമര സംഘടനയ്ക്കാണെങ്കിൽ നമുക്ക് റഹീമിനെ അയക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ രാധാകൃഷ്ണൻ അയക്കാം, ആരെ വേണമെങ്കിൽ അയക്കാം. ഞങ്ങൾ വെട്ടുന്ന തുണ്ട രണ്ട് പാർട്ടീസാ. എന്തുകൊണ്ട് ബ്രിട്ടാസിന്റെ പേര് പറഞ്ഞു എന്ന് വെച്ചാൽ റിജിജു എന്ന് അറിയാമല്ലോ. റിജുവിന്റെ സ്ഥാനത്ത് വിനു വി ജോൺ ആണെങ്കിൽ ആരുടെ പേരെ നിർദ്ദേശിക്കുക? ഞാനാണെങ്കിലും ബ്രിട്ടാസിന്റെ പേരെ പറയൂ. സ്വാഭാവികം. കോൺഗ്രസിന് ഇവിടെ ശശി തരൂരിനെ പോലെ ഒരാളുള്ളപ്പോൾ അല്ലെങ്കിൽ ജയറാം രമേഷിനെ അയക്കാം. സ്വന്തം മൂക്കിനപ്പുറം കാണാൻ കഴിവില്ലാത്ത ആളുകളാണ് ഈ പാർട്ടിയെ നയിക്കുന്നത്. അതാണ് ഇതിലെ ഏറ്റവും വലിയ ദുരന്തം. പല കോൺഗ്രസ് നേതാക്കന്മാരും വളരെ ചകിതരായി. കാരണം ഇവർ ഇത്ര നാളും KSUവിലും യൂത്ത് കോൺഗ്രസിലും മൂത്ത് കോൺഗ്രസിലും ഒക്കെ നടന്നിട്ട് അവർക്ക് കരഗതമാകുമെന്ന് അവർ വിചാരിച്ച ഒരു സ്ഥാനത്തേക്ക് ഇങ്ങനെ UN നിന്ന് ഒരാൾ വന്ന്, പണ്ട് ഡൽഹി നായർ എന്ന് വിളിച്ചിരുന്ന ആൾ വന്ന് ആ സ്ഥാനം ഏറ്റെടുക്കാൻ പോകണമെന്ന് വന്നപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശശി തരൂരിന് വലിയ ജനസ്വീകാര്യതയുണ്ട് കോൺഗ്രസ്സുകാരുടെ ഇടയിൽ മാത്രമല്ല, കോൺഗ്രസ് അല്ലാത്ത ആളുകളുടെ ഇടയിലുമുണ്ട്. അപ്പോൾ അദ്ദേഹം പാർട്ടിയേക്കാൾ വളരുന്നു എന്നൊരു തോന്നൽ ചില ആളുകളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. കറക്റ്റ് ആണല്ലേ? കറക്റ്റാ.